ഇതിനൊരു ഐഡിയ തരട്ടെ എന്ന് ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഭയങ്കര ഐഡിയ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു. ഈ 1 മാസം മുഴുവൻ ഞങ്ങളുടെ ഉള്ളിൽ ഉദിക്കാത്ത ഒരു നക്ഷത്രം. ഞങ്ങൾ അല്പം പോലും ആ ഡയറക്ഷനിൽ ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇത് വളരെ നിസ്സാരമായ കാര്യമാണ്. ഇത് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈ എഞ്ചിൻ നടക്കും എന്ന് വളരെ നിസ്സാരമായ കാര്യം. പക്ഷെ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചില്ല. ഞാൻ അവിടെ നിന്ന് ഒരു കുതിച്ചോട്ടം. ഞാൻ ഓടി ചീഫ് എഞ്ചിനീയർ, ഒരു തമിഴനാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചെന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു ഐഡിയ കിട്ടി. ആ ഐഡിയ ഇയാളെ എന്നെ ഭയങ്കരമായിട്ട് അടിച്ചു. നീ എന്നെ പണം മുടി ഒരു ഇന്ത്യൻ എഞ്ചിനീയർ പോടാ. എന്താ ജർമ്മൻ എഞ്ചിനീയർ വെള്ളക്കാരൻ പണം മുടിയാത്ത കാര്യം നീ എപ്പോഴും പണം മുടി ഇല്ലേ? നമ്മളെല്ലാവരും ഉള്ളവരില്ല, വെള്ളക്കാരനല്ല, വെള്ളക്കാരനല്ല, നമുക്കൊന്ന്. ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് ആലോചിച്ചു. ഭയങ്കര സന്തോഷത്തിൽ ഇപ്പം എനിക്ക് സ്റ്റാർട്ടാക്കുമെന്ന് വന്നപ്പോൾ ഇയാൾ ഇങ്ങനെ പറഞ്ഞോളൂ. പക്ഷേ എനിക്ക് അപ്പോഴും ഇല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഞാൻ പറയണമെന്ന് കേക്ക്, ഒന്ന് കേക്ക്, ഞാൻ പറയണമെന്ന് എൻ്റെ ഐഡിയ ഒന്ന് കേക്ക്. ആ എന്നാൽ ശരി, കേൾക്കാം, പറയും. ഞാനിത് പറഞ്ഞപ്പോഴല്ലോ ഞാൻ ഈ സ്പ്രിങ് പോലെ ചാടിയ മാതിരി അയാളും അവിടെ നിന്ന് ചാടി. അത് സാധ്യമാണ്, വരുവിൻ നമുക്ക് ഓടാം. ഞങ്ങൾ 2 പേരും കൂടി ഒരു ഓട്ടമാണ്. ഞങ്ങൾക്ക് പിടിച്ചതിട്ട് ഞങ്ങൾ ഓടി ആ എഞ്ചിൻ റൂമിൽ ചെന്ന് ആളുകൾക്ക് എന്ത് പറ്റിയില്ല, ഒന്നും പറ്റിയില്ല, ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആ ഓടി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന വർക്കേഴ്സിലേക്ക് വിളിച്ചിട്ട് നമ്മൾ ഈ ഐഡിയ ഇന്ന മാതിരി ചെയ്യണം പോലെ. അങ്ങനെ ഞങ്ങളൊരു 1 മണിക്കൂർ എടുക്കുള്ളൂ ഈ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഒരു സംഭവം തുറക്കണം, അതിനകത്ത് കുറച്ച് ഓയിൽ എടുത്ത് മാറ്റണം, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്തിട്ട് ആകാംക്ഷ നോക്കണം. അത് കഴിഞ്ഞിട്ട് ആ എഞ്ചിൻ്റെ ബട്ടൺ അമർത്താൻ പോവുകയാണ്. ആ ബട്ടൺ അമർത്തിയപ്പോൾ ഇത് എഞ്ചിൻ എനിക്കൊന്നും അറിയില്ല. എന്നാൽ ദൈവമേ, ഇത് ഭയങ്കര ന്യൂസായി. ഉടനെ തന്നെ ഇൻഫർമേഷൻ മെസ്സേജ് ജർമ്മനിക്ക് പോയി. അവരെല്ലാം അന്തം ഇതെങ്ങനെ അവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെന്നെ വായോ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഡീറ്റെയിൽ അവർക്ക് പഠിക്കണമല്ലോ, ഇതെല്ലാം മുഴുവൻ പറയാൻ പറ്റും. അങ്ങനെ അയാൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മടങ്ങി തപ്പി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അവരെ എന്നിട്ട് അവിടേക്ക് തന്നെ ജോലിക്കൊക്കെ വിളിച്ചതാണ്. ഞാൻ പോയില്ല, ജോലി നാമെന്ന് പറഞ്ഞു. മാത്രമല്ല എനിക്ക് ഈ ഫാക്ടറി കാര്യം പ്രൊമോഷൻ ഡബിൾ ശമ്പളം വളരെയധികം വർദ്ധിപ്പിച്ചു. മാത്രമല്ല പിന്നെ എവിടെയൊക്കെ പ്രശ്നമുണ്ടോ ഇതിങ്ങനെ ഒരു തരംഗമായി. പ്രശ്നം എവിടെയുണ്ടോ ആർക്കും സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തോമസ് പോയിട്ട്. എന്നാൽ ഒരിക്കൽ ഞാൻ ബോംബെയിൽ ആയിരുന്നപ്പോൾ നാഗപ്പൂരിലൊരു ഫാക്ടറിയിൽ വലിയ പ്രശ്നമായിട്ട് ഫാക്ടറി വർക്കാവുന്നില്ല. കുറേ വർക്കേഴ്സ് എല്ലാം നിൽക്കും. ഉടനെ അവിടെ നിന്ന് അന്ന് ഈ പറഞ്ഞ സ്റ്റുഡിയൻ ലൈറ്റ്നിങ് കോൾ വിളിച്ചിട്ട് പറഞ്ഞു, തോമസ് പോൾ നമ്മുടെ കടയിലായി
അയാൾക്ക് ഇത് ശരിയാകും. ഞാൻ ആ മിഷനെ കണ്ടിട്ടില്ല, ആ മിഷനെ കുറിച്ച് എനിക്ക് യാതൊരു അറിവില്ല. ഞാൻ രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസിൻ്റെ മുമ്പിൽ മാനേജറിന് ടിക്കറ്റുമായിട്ട് നിൽക്കുകയാണ്. ഈ ഉടനെ അടുത്ത ഫ്ലൈറ്റിൽ ടിക്കറ്റ് പിടിച്ച് പോകണം. അവിടെ ഈ മെഷീൻ അവിടെ പ്രവർത്തനമാണ്. അപ്പോൾ എനിക്ക് ആ മെഷീനെ കുറിച്ച് യാതൊരു അറിവില്ല. നീ പോ. എനിക്ക് എൻ്റെ വീട്ടിൽ ഭാര്യയോട് പോലും പറയാൻ സമയം കിട്ടാണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ എയർപോർട്ടിൽ ചെന്നപ്പോഴേക്കും വലിയ ഒരു സമൂഹം എഞ്ചിനീയേഴ്സ് എല്ലാം തോമസ് പോളിനെ സ്വീകരിക്കാൻ വന്നേക്കും. എനിക്ക് ഭയങ്കര ടെൻഷനായില്ല. എന്ത് ചെയ്യും? ഏതാണ്ട് രക്ഷകൻ വന്നേക്കണ പോലെയാണ്. എന്നെ കൊണ്ടുവന്ന ആ എഞ്ചിൻ മുറിയിൽ കയറ്റി കാണിച്ചു. എൻ്റെ ഉള്ളിൽ ദൈവമേ എനിക്കൊന്നും അറിയില്ല, എനിക്കറിയില്ല. പക്ഷെ ഇവരെല്ലാം വിചാരിച്ചെങ്കിലേക്ക് എനിക്കെല്ലാം അറിയാം. നീ എന്നെ രക്ഷിക്കണം, എനിക്കെല്ലാം അറിയാം. എന്താ പ്രാർത്ഥന? കണ്ണീര് കാര്യം. എന്താ? എനിക്കൊന്നും അറിയില്ല, എനിക്കെല്ലാം അറിയാം. അങ്ങനെ അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി. ഇവരെല്ലാവരെയും പുറത്താക്കി വാതിലടച്ചിട്ട് ചേരുന്നു പ്രാർത്ഥിക്കാൻ. ഞാൻ എന്നോട് പറഞ്ഞു, നിങ്ങളെല്ലാം പോയിക്കോ, ഞാനിവിടെ രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ നോക്കാനുണ്ട്. വാതിലടച്ചു. ഞാൻ അവരുദ്ദേശിച്ച് ഞാനിവിടെ ഭയങ്കര ടെക്നിക്കൊക്കെ ചെയ്യാൻ പോകാറ്. ഞാൻ എന്ത് ടെക്നിക്കാണ് ചെയ്തത്? അവിടെ കർത്താവേ എനിക്കൊന്നും അറിയില്ല, കർത്താവേ എനിക്കൊന്നും അറിയില്ല, നിനക്കെല്ലാം അറിയാം, എന്ത് ചെയ്യണം നീ കാണിച്ചു തരണം. 2-3 മിനിറ്റ് എടുത്തുള്ളൂ. എൻ്റെ ഉള്ളിൽ ഒരു ഐഡിയ വരികയാണ്. ആ ഭാഗത്ത് മെഷീൻ്റെ ആ ഭാഗം തുറന്ന് നോക്കാം, അവിടെയാണ് പ്രശ്നം. ആ ഭാഗത്താണ് എൻ്റെ പ്രശ്നം. അതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ കൃത്യം അവിടെയാണ് പ്രശ്നം. അതുടനെ ഞാൻ ശരിയാക്കിയിട്ട് അതടച്ചു. ഭക്ഷണമൊക്കെ എഞ്ചിൻ സ്റ്റാർട്ടാക്കി. വാതിലിട്ടിച്ച് തുറന്ന് എല്ലാവരും നോക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാം. ഇത് ഭയങ്കര കണ്ടോ, ഇത് രോഗശാന്തിയുടെ സാക്ഷ്യമാണോ? എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സംഭവങ്ങളാണ്. വേറൊരു കമ്പനി, മൈസൂരൻ കമ്പനിയിൽ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇപ്പം നമ്മൾ കാപ്പിപ്പൊടി ചെറിയ പാക്കറ്റിലൊക്കെ കിട്ടുമ്പോൾ ഇത് എവിടെ ഉണ്ടാക്കാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു 11 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ഫാക്ടറി. കാപ്പിപ്പൊടിയുടെ നെസ്കോഫിയുടെ മെഷീൻ എന്ന് പറയുന്നത്. ആ നെസ്കോഫി ആ വലിയ ബിൽഡിങ്ങിൻ്റെ അകത്ത് വലിയ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേക ടംബ്ലറിലാണ്. ടംബ്ലർ എന്ന് പറഞ്ഞാൽ 11 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലുള്ള ഒരു ഗ്ലാസ് സാധനം. അതിൻ്റെ അകത്ത് മുകളിൽ നിന്ന് ഇത് സ്പ്രേ ചെയ്ത് ആ സ്പ്രേ ഡ്രൈ ആയിട്ട് താഴെ വരുമ്പോഴാണ് ഈ ഡികോക്ഷൻ അല്ലെങ്കിൽ നെസ്കോഫി ഉണ്ടാകുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു മെഷീൻ കയറ്റണം. അത് കയറ്റാൻ അവർ ഒരുപാട് പേരോട് ചോദിച്ചിട്ട് അത് പറ്റണില്ല. ഒന്നാമത്തെ കാര്യം, അത്ര ഉയരത്തിലുള്ള ക്രെയിൻ ആണ് അവരെ അന്വേഷിച്ചത്. അത്ര ഉയരത്തിലുള്ള ക്രെയിൻ ആ കാലഘട്ടത്തിൽ ആ കാടിൻ്റെ അകത്ത് കിട്ടൂടെ. ഈ കാപ്പി കമ്പനി ആയതിൻ്റെ പേരിൽ ഇത് ഒരു എസ്റ്റേറ്റിൻ്റെ അർത്ഥം ആ ഭാഗത്ത്. അപ്പോൾ ഒരു സായിപ്പാണ്, സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ളൊരു സായിപ്പാണ് അതിൻ്റെ ഡയറക്ടർ. അവർ പേപ്പറിലൊക്കെ അനൗൺസ് ചെയ്തു, ഇങ്ങനെ ഒരു മെഷീൻ സ്ഥാപിക്കാൻ പരിചയമുള്ള കഴിവുള്ള ആളുകൾ ആദ്യം അവർ തന്നെ വന്ന് ഇൻ്റർവ്യൂവിന് വിധേയമാക്കണം. ആ കഴിവുകൾ അവർ സ്ഥാപിക്കുകയാണെങ്കിൽ അവർക്ക് അതിനുവേണ്ടി കോൺട്രാക്റ്റ് കൊടുക്കുന്നതായി. ഞാൻ ബോംബെയിൽ നിന്ന് ഈ വിവരം കേട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു ഐഡിയ കിട്ടി. ആ ഐഡിയയുമായിട്ട് ഞാൻ പറഞ്ഞെത്തിയിരിക്കുകയാണ്. ഈ സായിപ്പ് എന്നെക്കാളും കുറേ ഉയരമുള്ളതാണ്. അപ്പം ഇയാൾ ഞാനെങ്ങനെ നോക്കി നിൽക്കണമെങ്കിൽ ഇയാൾ എങ്ങനെയായിരിക്കും ഈ തോമസ് പോളിന് പ്രതീക്ഷ എന്ന് അറിഞ്ഞൂടാ. എന്നെ കണ്ടപ്പോൾ ഞാൻ ഇന്ന് നോക്കിയിട്ട്
ചോദിച്ചു, "Do you have a crane of that height?" അത്ര ഉയരമുള്ള ഒരു ക്രെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, "I have no crane." എൻ്റെ അടുത്ത് ക്രെയിനൊന്നുമില്ല. ഇയാൾക്കത് ദേഷ്യമായിട്ട് ഒരു ഫുട്ബോളുമായിട്ട് എന്നെ അടിക്കുന്നില്ല. ഇയാൾ പറഞ്ഞു, ഞാൻ പേടിച്ച് പറിച്ചു. ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും ഫ്ലൈറ്റിൽ കാശ് കൊടുത്തൊക്കെ വന്നിട്ട് ഇയാളോട് വാക്ക് പറയാൻ സമ്മതിക്കില്ല. പുലിയെ പോലെ അല്ലെങ്കിൽ ചെന്നായിയെ പോലെ അകറിയ ഞാൻ ഈ കുഞ്ഞാടിനെ പോലെ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ മനസ്സിലായോ? ചെന്നായിയുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ അയച്ചതൊക്കെ പറയും. എന്നിട്ട് അയാളെ പിന്നെ നമ്മളൊന്നും വിടല്ല, അയാൾ അവിടെ പോയിട്ട് വേറെ ജോലിയൊക്കെ ചെയ്യാൻ പോവാം. ഞാൻ പറഞ്ഞു, "No, nothing, go, you cannot do it." എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നീ നെല്ലിക്കുട്ടമായിട്ടുള്ള ആൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ഐഡിയ, ഒരു ജ്ഞാനം കിട്ടിയ. അയാളോട് പറയും, ഒരു സെൻറ്റൻസ് കൂടി പറയാൻ അനുവാദം തരാമോ? ഒരു സെൻറ്റൻസ്. എനിക്ക് അപ്പോഴും അറിഞ്ഞൂടെ ഞാൻ എന്താ പറയാൻ പോണത്. ഒരു സെൻറ്റൻസ് കൂടി എന്നെ പറയാൻ അനുവദിക്കണേന്ന് ചോദിച്ചു. പറഞ്ഞപ്പോൾ യെസ് സ്പീക്ക്. എന്നിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ്, "We are Indians. We made Taj Mahal without crane." മനസ്സിലായി? ഞങ്ങൾ ഇന്ത്യക്കാര് താജ്മഹാൾ ക്രെയിൻ ഇല്ലാണ്ടുണ്ടാക്കി. പറയാറില്ല എന്താ ഇയാളെ പെട്ടെന്ന് അന്തം വിട്ടിട്ട് ഇയാളെൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. Sit down. Please explain. എന്നോട് പറയും, എന്താ അതിൻ്റെ ഐഡിയ? താജ്മഹാലിൻ്റെ മുകളിലെ ആ ഡൂം 80 ടൺ ഭാരമുള്ള ഒറ്റ കല്ലിലുണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെ അവിടെ പൊക്കി വെച്ചു? അപ്പം ഇതൊക്കെ ഞാൻ ചിന്താവിഷയമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കതിൻ്റെ ഐഡിയ ഞാൻ ഊഹിച്ചെടുത്തിട്ടുണ്ട്, എൻ്റെ ഐഡിയയിലായിരിക്കും അവർ ചെയ്തിരിക്കാറുള്ളത്. പക്ഷേ ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഇയാൾക്ക് എളുപ്പം മനസ്സിലായി കാര്യം. എന്തോ ഇയാൾക്ക് പിടികിട്ടി. നമ്മളുടെ കയ്യിൽ ട്രെയിനൊന്നും ഇല്ലെങ്കിലും ഒരു ഐഡിയ. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് എൻ ഐഡിയ. ആ ഐഡിയ എന്നാ എന്നോട് പറയും. ഞാൻ പറഞ്ഞു, അതങ്ങനെ പറയില്ല, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. ഇയാൾക്ക് എന്നോട് ഭയങ്കര മതിപ്പായി. കാരണം നീ പറഞ്ഞ ഐഡിയ ഞാൻ റെസ്പെക്ട് ചെയ്യും. അതിനെ ഞാൻ വേറെ ആരോടും പറയില്ല. പക്ഷെ ഞാൻ ഈ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളായതിൻ്റെ പേരിൽ ഞാനത് അറിയാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഞാൻ എനിക്ക് എഴുതി തരാം, ഞാനിത് വേറെ ആരെ കൊണ്ടും ആ ഐഡിയ ഉപയോഗിക്കില്ല. ഞാൻ പറഞ്ഞ എഴുതൊന്നും വേണ്ട, ഞാൻ വിശ്വസിക്കും. അങ്ങനെ ഇത് ഞാൻ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞു. ഇയാൾ എഴുന്നേറ്റിട്ട് എന്നെ കെട്ടിപ്പിടിച്ചൊന്ന് പൊക്കി. എന്നിട്ട് എനിക്കൊരു ഷേക്കാൻ വന്നിട്ട് പറഞ്ഞു, "I agree, you do the work and I give all the money." ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഇരട്ടി പൈസ തരും. എൻ്റെ സകല സാമ്പത്തിക കടബാധ്യതകളും ആ ഒറ്റ ജോലിയിൽ തീർന്നു. ഇത് പത്രോസ് മീൻ പിടിക്കാൻ പോയ മാതിരി. അത് കഴിഞ്ഞപ്പോൾ പത്രോസിനോട് പറഞ്ഞ പോലെ കർത്താവ് പറഞ്ഞു, "നീ ഈ വള്ളവും വലയും വിട്ട്." അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണം. വേണം. നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ മാറണമെങ്കിൽ ചുരുങ്ങിയൊരു അത്ഭുതം നടന്നാലേ മാറുള്ളൂ എന്നുള്ള ബോധ്യമുള്ളവർക്ക് കൈപൊക്കി. മിക്കവാറും എല്ലാവരുടെയും അവസ്ഥ. അത് ഈ അത്ഭുതം നടക്കണമെങ്കിൽ എന്ത് വേണം? ക്രെയിൻ കൊണ്ട് പറ്റില്ല. വലിയ വലിയ സാധനങ്ങളൊന്നുമല്ല വേണ്ടത്. എന്ത് വേണം? ഒരു കാട്ടിന് പണി. എന്ത് വേണം? കാട്ടിന് പണി. ഇതാണ് ഈ സുവിശേഷത്തിലെ കർത്താവ് പഠിപ്പിക്കുന്ന കണക്കുകൂട്ടലുകളിൽ നമ്മൾ പഠിച്ചേക്കുന്ന കണക്കുകൾ തമ്മിൽ ഭയങ്കര വ്യത്യസ്തമാണ്. കർത്താവിൻ്റെ കണക്ക് മാത്തമാറ്റിക്സിൽ
ഒന്ന് 99-നേക്കാളും വലുതാണ്. ഇല്ലേ? കർത്താവിൻ്റെ ജ്ഞാനം നോക്കി. കർത്താവ് പറയാണ് 99 നല്ല ആടുകളെ ഉപേക്ഷിച്ച് ആ ഒരാട്. അപ്പോൾ ഏതാ വലുത്? 99 1? വേറൊരു മാത്തമാറ്റിക്സ് കർത്താവിൻ്റെ 1 1 2 1 1 ഇമ്മണി വലിയതൊന്നാണ്. ആ കണക്ക് നോക്കി നമ്മൾ പഠിച്ചേക്കണ എന്താ? 1 1 അതിനെന്ത് കാര്യമുള്ളൂ ഇല്ലേ? പക്ഷെ കർത്താവ് പഠിപ്പിക്കുന്ന കണക്ക് 1 1 വലിയൊരൊന്നും. അപ്പൊ ഇതാണ് നീ കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നമ്മുടെ ജ്ഞാനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ജ്ഞാനത്തിലേക്ക് പോയതുകൊണ്ട് ഇപ്പൊ ഗുണമുണ്ടായോ? ഉണ്ടായോ? അപ്പൊ ജ്ഞാനം വായിച്ചത് കൊണ്ടും പ്രാർത്ഥിച്ചത് കൊണ്ടും മാത്രം നമ്മളിലേക്ക് ഒഴുകില്ല. ആദ്യം നമ്മൾ പറയേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ട കാര്യം എന്താണ്? കർത്താവേ, എനിക്കൊന്നും നമ്മൾക്ക് പറ്റാത്ത കാര്യം ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യം, ഞാൻ എന്തോരം കണ്ടേക്കണം. അതുകൊണ്ട് നിങ്ങൾ വലിയ കാര്യം പറയേണ്ട ആവശ്യം. നമ്മുടെ പിള്ളേർ തന്നെ നമ്മളോട് പറയണം. നമ്മുടെ പിള്ളേരെ മമ്മിയും പാപ്പയോടൊക്കെ പറയണത് മമ്മിക്കൊന്നും അറിയില്ല, എനിക്കറിയാം, മമ്മിക്കൊന്നും അറിയില്ല അല്ലേ? ചില ഇന്നത്തെ കാലത്ത് പിള്ളേർ പറയണത് മമ്മി ഈടൊന്നും കഴിക്കട്ടെ, മമ്മി ഈടൊന്നും പപ്പയ്ക്ക് അറിയില്ല, എനിക്കറിയാം. ഇങ്ങനെയുള്ള ഒരു കൾച്ചറാണ് നമ്മുടെ ജീവിതം മുഴുവൻ. ചെറുപ്പം മുതലേ നമുക്കറിയാമായിരിക്കാം, പക്ഷെ നമ്മളുടെ ആ അറിവ് വെറും ഒരു തരി പോലെ ഉള്ളൂ. കർത്താവിൻ്റെ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ആ അനന്തതയെ അപേക്ഷിച്ചു. ഇതാ ഒരു വചനം എഴുതുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനം. ജ്ഞാനം 11:22 പറയുകയാണ്, ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെ പ്രഭാതത്തിൽ ഉതിർന്നു വീണ ഹിമഗണം പോലെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണടച്ച് അല്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ജ്ഞാനം തരണേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. ഇത് 2 കരങ്ങളും ഉയർത്തി ആദ്യം പറയേണ്ടത്, കർത്താവേ, എനിക്കൊന്നും അറിയില്ല. ഒന്ന് ശരിക്കൊന്ന് കരഞ്ഞു പറയും നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം. കർത്താവേ, എനിക്ക് അറിയില്ല, ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നാൽ നിനക്കെല്ലാം അറിയാം, നിനക്കെല്ലാം അറിയാം. കർത്താവേ, നിനക്കെല്ലാം അറിയാം, അങ്ങേക്കെല്ലാം അറിയാം. എല്ലാവരും ഒന്ന് വാവിട്ട് കരഞ്ഞെന്ന് പ്രാർത്ഥിച്ച്, അങ്ങേക്കെല്ലാം അറിയാം, അങ്ങേക്കെല്ലാം അറിയാം. അങ്ങ് അനന്ത ജ്ഞാനമാണ്, അങ്ങ് സർവജ്ഞാനമാണ്, അങ്ങ് അനന്ത ജ്ഞാനമാണ്. എനിക്കൊന്നും അറിയില്ല. ദൈവമേ, അങ്ങയുടെ ജ്ഞാനം എന്നിലേക്ക് ഒഴുകണമേ. എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണം, എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉച്ചത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യം, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യം. ഒന്ന് കൈയടിച്ച് പാടിക്കൊണ്ട്, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവിൽ പകർന്നിരുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ചൊരിഞ്ഞിരുന്നു. ഇതിപ്പോൾ ഞാൻ കുറെ ടെക്നിക്കലായിട്ടുള്ള കാര്യത്തിലാണ് എനിക്ക് അനുഭവം ഉണ്ടായെങ്കിൽ
അതുപോലെ തന്നെ കുടുംബകാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളുള്ള സമയത്തും ജ്ഞാനത്തിലൂടെ മാത്രമേ നമ്മൾക്ക് അതിനൊരു പരിഹാരമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിന് പകരം ഏശയ്യായുടെ പുസ്തകത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതായത് ഈ പിറവി തിരുനാളിന് മുമ്പുള്ള ആഗമന കാലത്ത്, പ്രത്യേകിച്ച് ലത്തീൻ കുർബാന ക്രമത്തിലും മറ്റുള്ളതിന് വായിക്കുന്ന ഭാഗമാണ് ഏശയ്യാ പ്രവചനത്തിലുള്ള ഏശയ്യായുടെ പുസ്തകത്തിൽ രാജാവിൻ്റെ വരവ്. എന്താണ് ഈ രാജാവിൻ്റെ പ്രത്യേകത? അതാണ് ഏശയ്യാ 11, 2, 3, 4, 6, 9 ഒക്കെ വായിച്ച്. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. എല്ലാവരും പറഞ്ഞുകൊണ്ട് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഇതാണ് ആത്മാവിൻ്റെ ദാനങ്ങൾ. ആത്മാവിൻ്റെ, നമ്മൾ ഇന്നലെ കണ്ടു, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ. ആ കൃപാവരത്തിൻ്റെ വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാന ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും. പരിശുദ്ധാത്മാവിൽ തന്നെ ആത്മാവിൻ്റെ ഫലങ്ങളൊന്ന്. എന്തെല്ലാമാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ? സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ആത്മാവിൻ്റെ ഫലങ്ങൾ. ആത്മാവിൻ്റെ ദാനങ്ങൾ ജ്ഞാനം, അറിവ്, വിവേകം, ബുദ്ധി, ധൈര്യം, ആലോചന, ദൈവഭയം. ആത്മാവിൻ്റെ വരങ്ങൾ പ്രവചനവരം, ഭാഷാവരം, രോഗശാന്തിവരം, അത്ഭുത രോഗശാന്തിവരം, ഇങ്ങനെയുള്ള വരം. ഇതെല്ലാം ഒരേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പക്ഷേ ഈ വരങ്ങളും സ്നേഹം തന്നെ ഉണ്ടായാലും ജ്ഞാനമില്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം പ്രയോജനമില്ല. സ്നേഹിച്ചോ, ജ്ഞാനമില്ലാതെ സ്നേഹിച്ചതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഒരിക്കലും അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷനിലാണ് 6ാമത്തെ വചനത്തിൽ പറയുകയാണ്, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് വസിക്കുന്നു. ഇവിടെ ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. തുടർന്ന് ഒരു ശിശു പുള്ളിപ്പുലിയും കോലാട്ടിൻകുട്ടിയോട് കൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. അപ്പോൾ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈശോ വന്നിട്ട് പറയണ്ട. ഈശോ അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ ആദ്യം അവർക്ക് കൊടുത്തിരിക്കുന്ന അഭിഷേകം, ഉപദേശം എന്താ? നിങ്ങളെ ചെന്നായ്ക്കളുടെ നാട്ടിൽ കുഞ്ഞാടിനെ പോലെ. ഇതിൻ്റെ അർത്ഥം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താ ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ ഏശയ്യാ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ വരങ്ങൾ കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞാൽ നിനക്ക് ഏത് ചെന്നായിയെയും കീഴടക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ചെന്നായി ആട്ടുകുഞ്ഞിനെ ചാപ്പിടുകയും, ചെന്നായിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആട്ടിറച്ചിയാണ്. ആ ആട്ടുകുഞ്ഞിനെയാണ് ചെന്നായിയുടെ അടുത്തേക്ക് അയക്കുന്നത്. ചെന്നായിക്കളുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ അയക്കുന്നത്. ഏശയ്യായിൽ പറയുകയാണ്, ദൈവരാജ്യം സമാഗതമാകുമ്പോൾ, അല്ലെങ്കിൽ ഈ ജ്ഞാനം വന്നു കഴിയുമ്പോൾ, ദൈവിക ജ്ഞാനം വന്നു കഴിയുമ്പോൾ, കുഞ്ഞാടും ആട്ടുകുട്ടിയും ചെന്നായും ഒരുമിച്ച് വസിക്കും. ഇതാണ് വിവാഹമെന്ന കൂതാശയിൽ സംഭവിക്കുന്നത്. എന്താണ് വിവാഹമെന്ന കൂതാശ? നിന്നെ ചെന്നായിയുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ അയക്കും. ഒരുപാട് പേര് ഇപ്പം തലയാണെന്ന് കാണാം. ആരാണ് ചെന്നായി എന്നൊന്നും പറയണ്ട, ഇല്ലേ? എന്ന് പറഞ്ഞാൽ രണ്ട് വളരെ വിപരീതമായ സ്വഭാവക്കാർ, ഇല്ലേ? രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാർ.
എങ്ങനെ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും? വളരെ വ്യത്യസ്ത സ്വഭാവക്കാർ ആണോ അല്ലയോ? ഒരേമാതിരി സ്വഭാവമുള്ള ഏതെങ്കിലും ഭാര്യ ഭർത്താവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി തന്നെ ഇതാണ്. എന്തുകൊണ്ടാണ്? ദൈവം ഓരോരുത്തരെയും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ തോമസ് പോളിനെ പോലെ ലോകത്തിൽ വേറെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരെയും പോലെ ദൈവം വേറെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്തരാണ്. ഓക്കെ, ഇനി പെട്ടെന്ന് പറയാം. വിശുദ്ധ കുർബാനയിലേക്ക് പോകാൻ തയ്യാറാകുകയാണ്. ചെന്നായി കുഞ്ഞാടും ഒന്നിച്ചു വസിക്കും എന്ന ആ യേശയ്യാ പ്രവചനത്തിന്റെ ഏറ്റവും ശക്തമായ അർത്ഥത്തിലാണ് ഈശോ പറയുന്നത്. അപ്പസ്തോലന്മാരെ ആദ്യം തന്നെ 12 പേരെ തിരഞ്ഞെടുത്തു മുഖ്യന്മാരായിരുന്നു. അവർക്ക് എല്ലാ അധികാരങ്ങളും നൽകിയിട്ട് ആദ്യം അവർക്ക് കൊടുത്ത അയപ്പ് അവരെ അയച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ ചെന്നായികളുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ അയക്കുന്നു. അടുത്തെന്താ പറഞ്ഞത്? നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകമുള്ളവരായിരിക്കും. കണ്ടോ എങ്ങനെയാണ് കുഞ്ഞാട് ചെന്നായിനെ കീഴടക്കുന്നത്? ജ്ഞാനത്തിലൂടെ. നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കും. നിഷ്കളങ്കരായാൽ മാത്രം പോരാ, നമ്മളിൽ പലരും നിഷ്കളങ്കരാണ്. അയ്യോ, പ്രാവിനേക്കാളും വലിയ നിഷ്കളങ്കരാണ്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? എന്തുകൂടി വേണം? എന്തുകൂടി വേണം? ജ്ഞാനം, വിവേകം, ബുദ്ധി, അറിവ്. സർവത്തെ പോലെ ബുദ്ധി ഉണ്ടായിരിക്കും. ഇതല്ലേ ഇപ്പോ ഇത് നോക്കിയപ്പോൾ നമ്മൾക്ക് വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരു പ്രതിവിധി തോന്നുന്നുണ്ടോ? പക്ഷെ എന്നാലും ഓരോരുത്തരും ഈ ചെന്നായി എങ്ങാനും കുഞ്ഞാടിനെ വെട്ടി വീഴുകയോ? ഇവിടെയാണ് ശ്രദ്ധിക്കണല്ല. ഒന്ന് കൈവീശി കാണിച്ച് പ്രേസിതനോ. എന്താ ഈ ചെന്നായിയും കുഞ്ഞാടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? എന്താണ് ചെന്നായിയും കുഞ്ഞാടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? എല്ലാവരും ഒന്നുകൂടി കൈവീശിയെ. റെഡി? ഞാൻ പറയട്ടെ. ചെന്നായിയും കുഞ്ഞാടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ചെന്നായിയെ അയച്ചിട്ടില്ല, കുഞ്ഞാടിനെ അയച്ചിരിക്കുന്നു. കുഞ്ഞാട് അയക്കപ്പെട്ടിരിക്കുകയാണ്. കുഞ്ഞാട് അയക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ അയച്ച ആൾ കുഞ്ഞാടിന്റെ കൂടെ ഉണ്ട്. ആരാണ് അയച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ നിങ്ങളെ ചെന്നായിക്കളുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ അയക്കുന്നു. അതിന്റെ അവസാനമാണ് മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാനത്തിൽ, സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ ഞാൻ നിങ്ങളാകുന്ന കുഞ്ഞാടിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായി പോകുക. ഇപ്പൊ ഒരു നക്ഷത്രം കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? വെളിവ് തോന്നുന്നുണ്ടോ? ഇതാണ് ഈശോ പറഞ്ഞതിന്റെ അർത്ഥം. ആ ഏശയ്യായി കർത്താവിന്റെ ആത്മാവ് അവന്റെ പേരുണ്ടാകും. ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും മറ്റൊന്നായിട്ട് മാറും. അത് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളിൽ ജ്ഞാനസ്നാനം നൽകിയിരിക്കുന്നത് നമ്മളിലൂടെ ദൈവത്തിന്റെ ഈ ജ്ഞാനവും വിവേകവും ലോകത്തിലേക്ക് മുഴുവൻ പ്രസരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ അങ്ങേക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി ഇല്ലേ? ഞങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി അർപ്പിക്കുന്ന ഈ ബലിയിൽ വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ ഈ ബലി അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മൾ ചിലപ്പോൾ മനുഷ്യർക്ക് വേണ്ടിയൊക്കെ ഒരു പേരൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കും. പക്ഷേ ബലി യേശു അർപ്പിച്ചത് ആർക്ക് വേണ്ടിയാണ്? ലോകം മുഴുവനും വേണ്ടിയാണ്. ഇന്ന് നമ്മൾ ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ്, നമ്മൾ ദൈവമേ, നീ അർപ്പിച്ച ബലിയിലൂടെ, എന്റെ ആത്മാവിലൂടെ ലോകം
ഇപ്പോൾ ഒഴുകും. നിങ്ങളുടെ വീട്ടിൽ ഒരു ചെന്നായി ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ചെന്നായിയിലേക്ക് ഇപ്പോൾ ഒഴുകണം. അതാണ് കുഞ്ഞാടിന്റെ ജ്ഞാനം. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും ചെന്നായി കുഞ്ഞാടിനെ സ്വീകരിക്കുന്നവരായിട്ട് മാറുമല്ലോ. ഇന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഒരിക്കലൊരു സഹോദരി എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, എൻ്റെ ഭർത്താവ് മഹാപശ, ധ്യാനത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുക അസാധ്യം. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും വിവാഹം മോചിക്കാനായിട്ട് ബ്രദർ അതിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞ അയാളുടെ ഭീകരമായ അവസ്ഥകളെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഓക്കെ, ആ ചാപ്റ്റർ അവിടെ നിൽക്കട്ടെ. വേറൊരു ചാപ്റ്റർ, ഇയാൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ടോ? ഇയാളിൽ നിന്റെ ഭർത്താവിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ടോ? ഉടനെ ഇഷ്ടപ്പെട്ടെ അയാളിൽ ഒരു നല്ല കാര്യമില്ല. കാരണം നമ്മളങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ലേ. ഞാൻ പറഞ്ഞു, ഒന്നുകൂടി നീ ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു നല്ല കാര്യം. അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി സമയമെടുത്തു. കാരണം ഈ ചാനൽ മാറ്റണമായിരിക്കാം. നമ്മൾ ടി വിയിൽ നമ്മൾ ഇന്നേ വരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ഇയാൾ ചെയ്യണത് മോശം മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചപ്പോൾ അവളുടെ മുഖത്ത് ആ ദേഷ്യ സ്വഭാവമൊക്കെ മാറിപ്പോയി.